വെൽക്കം ബാക്ക് ടു ഹജ കോർണർ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സോസേജ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് വേണം. പിന്നെ ക്യാരറ്റും ബീൻസും ഞാൻ വളരെ കുറച്ചത് എടുത്തിട്ടുള്ളൂ, നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയുടെ ഇലയുമാണ്. ഒരു ബൗൾ നിറച്ച് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോസേജാണ് വേണ്ടത്. ഇത് ചിക്കൻ സോസേജാണ് കേട്ടോ, 4 പീസാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് പേസ്റ്റ് രൂപത്തിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച സോസേജ് ഒന്ന് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സോസേജ് ബ്രൗൺ കളർ ആവണ വരെ റോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മളിതിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ അതേ പാനിൽ തന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്കമുന്തിരി ഒന്ന് വാട്ടിയെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര മുകളിൽ വിതറുവാണ്. ഇത് അമ്മ പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ. ഈ മുന്തിരിയും ഉള്ളിയും ഒക്കെ ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണോളം ബിരിയാണി മസാലയും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും, പുളിയില്ലാത്ത തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കുക. ആ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് ഉടയുന്ന വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ച ആ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം, അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സോസേജും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇത് കുക്കായി വരുന്ന സമയം നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരി എടുത്തിട്ട് അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് ഞാൻ പകുതി മാറ്റി വെച്ചു. ഇനി ഈ പകുതിയിലേക്ക് ഞാൻ ബിരിയാണിയുടെ ചോറ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാക്കി മസാല കൂടി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ അതിന് മുകളിൽ ബാക്കിയുള്ള ബിരിയാണിയുടെ ചോറ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുറച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കേണ്ടതുണ്ട്. ഇതിന് മുകളിൽ ഞാൻ ബാക്കിയുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില അതിന് മുകളിൽ വിതറുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ആവി കയറ്റാം. ഒരു 5 മിനിറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസേജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ മസാലയും ഓയിലും ഒക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് അച്ചാറോ സാലഡോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.